ചിറ്റൂർ മേട്ടുപാളയം മൃഗാശുപത്രിയുടെ സമീപത്തായി മനുഷ്യ വിസർജ്ജ സംസ്കരണശാല സ്ഥാപിക്കാനുള്ള നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായി. ജനകീയ കൂട്ടായ്മ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മനുഷ്യ വിസർജ്ജ സംസ്കരണശാല നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മണ്ണ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. പരിശോധന പൂർത്തിയാക്കാതെ മടങ്ങിയ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച പോലീസ് സംരക്ഷണത്തോടെ മണ്ണ് പരിശോധന നടത്താൻ അനുമതി നഗരസഭയോട് തേടി. ഇതറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയില്ല. സംസ്കരണശാല നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്തിന് സമീപം നിരവധി വീടുകളും സ്വകാര്യ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. 5 മീറ്റർ കൂടുതൽ അങ്ങോട്ട് കിണറാണ്. ഈ വീതി ഇവിടെ വയ്ക്കുമ്പോൾ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 മക്കളാണ്. ഞങ്ങളെ ജോലിക്ക് പോകും, അത് വെള്ളമൊക്കെ നശിപ്പിക്കും. നമ്മളെന്ത് ഇത്ര കോടികൾക്കും ലക്ഷങ്ങളും കൊടുത്ത് ലോൺ എടുത്തൊക്കെ വീട് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പറഞ്ഞതാ. ഇത് മുമ്പിൽ പല പെറ്റീഷൻ മുഴുവൻ നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒന്നും ആയിട്ടില്ല, അതിന് മുമ്പിൽ നിങ്ങളൊക്കെ പെറ്റീഷൻ കൊടുത്തു വരുന്നല്ലോ, അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞത്. ഇവിടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തി ഈ വെള്ളമല്ലേ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കുടിക്കാൻ പോകുന്നത്. ഇവർ പറയും കുഴപ്പമൊന്നുമില്ല, ജൻ ക്ലോസ്ഡാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് മുഴുവൻ മനുഷ്യർക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. ജലശുദ്ധീകരണശാല, KSRTC ഡിപ്പോ, പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ്, അഗ്നിരക്ഷാനിലയം, സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് മധ്യത്തിലായി മനുഷ്യ വിസർജ്ജ സംസ്കരണശാല സ്ഥാപിക്കുന്നത് ഉചിതമല്ലെന്നും മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്നും പ്രതിഷേധക്കാർ ശക്തമായി ആവശ്യപ്പെട്ടു. 5 കൗൺസിൽ അതിന് ശേഷം 5-6 കൗൺസിൽ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ഇതിൽ ഒരു സംസാര വിഷയമോ അജണ്ടയിലോ ഒന്നുമേ ഇല്ലാതെ ഇത് നമുക്ക് ഇന്നലെ പെട്ടെന്ന് അതിനിടയിൽ ഞങ്ങൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ വന്നിട്ട് പരിശോധിച്ചിട്ട് പോയി വന്നു. അവർക്ക് ഞങ്ങളുണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞങ്ങളുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ പ്രതിഷേധവും നാട്ടുകാരുടെ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെയാണ് ഇങ്ങനെ ഒരു മിഷണറീസ് മറ്റൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവർ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അനുയോജ്യമായ സ്ഥലമല്ല, ഇത് മാറ്റി സ്ഥാപിക്കണം. മറ്റ് അനുയോജ്യമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തുണ്ടാവും. നഗരസഭ ഇത് പറയുമ്പോഴൊക്കെ തന്നെ ഇത് വരില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും ഇതിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശുചിത്വ മിഷൻ്റെ ഫണ്ടാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ കബളിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ മാറ്റി വെച്ചുകൊണ്ടാണ് ഇവിടെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, K. മധു, കൗൺസിലർമാരായ KC പ്രീത്, R. കിഷോർ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സമരക്കാരുമായി ചർച്ച നടത്തി. ഒരു കാരണവശാലും സംസ്കരണശാല സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചു നിന്നതോടെ യോഗത്തിൽ വാക്കുതർക്കമായി. നിങ്ങൾ അവിടെ വന്ന് അതിനെ വിലയിരുത്തൂ. ഈ ഒരു സീവേജ് പ്ലാന്റ് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പൊ അതിന്റെ ഒരു സ്റ്റേജ് അല്ല. ഇപ്പൊ നമ്മൾ ഈ എതിർക്കണ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്തോ പ്ലാന്റ് അങ്ങനെ. ഒരു മിനിറ്റ് പൂർത്തിയാകട്ടെ, കഴിഞ്ഞിട്ട് സംസാരിച്ചു. ആ പ്ലാന്റ് അവിടെ ഇപ്പൊ വരുമല്ല. നമ്മൾക്ക് ഇതിന്റെ പ്രാരംഭ നടപടി മാത്രമേ ഉള്ളൂ. പ്രാരംഭ നടപടി എന്ന് പറഞ്ഞാൽ സോയിൽ ടെസ്റ്റ് ആദ്യം ചെയ്യണം, DPR തയ്യാറാക്കണം. ഇതൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെ ഫസ്റ്റ് ഘട്ടമാണ്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് മാറ്റേണ്ട കാര്യം, ഒരിക്കലും ജനങ്ങൾ ഇത്ര ആൾക്കാരും എതിർക്കുമ്പോ അവിടെ കൊണ്ടുവന്നപ്പോ അവരുടെ അടുത്ത് വെക്കുന്നില്ല. പക്ഷേ വേണ്ടാന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം കൂടെ നിങ്ങൾ കണ്ടുപിടിച്ചു തരണം. KSRTC ഡിപ്പോന് നമ്മൾ ഫ്രീ ആയി വിട്ടുകൊടുത്തതാണ് 5.5 ഏക്കർ സ്ഥലം. കേരളത്തിൽ എവിടെയും ഒരു KSRTC ഡിപ്പോന് 5.5 ഏക്കർ സ്ഥലമില്ല. നമ്മുടെ ഇവിടെയാണ്. ഇതൊരു 2 ഏക്കർ ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സ്ഥലം മതിയാവും. അവിടെ മുഴുവൻ വേസ്റ്റായി കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഭരണസ്വാധീനം ഉപയോഗിച്ച് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗതാഗത വകുപ്പിന് നമ്മൾ കൊടുത്തിട്ടുള്ള ആ 5.5 ഏക്കർ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇതിന് എത്ര ആവശ്യമുള്ളത് ഏറ്റവും അറ്റത്തായിട്ട് ഒന്ന് ആ സ്ഥലം വിട്ടുകിട്ടണമെന്ന് ഗവൺമെൻറ് ഒരു സമ്മർദ്ദം എഴുതി വാങ്ങിയത്. ഒരാൾക്കും ബുദ്ധിമുട്ടില്ല. ആ പരിസരങ്ങളിൽ ഏത് വീടുമില്ല. ഇതേ വാർഡും എല്ലാം ഇതിൻ്റെ പരിസരം തന്നെയാണ്. ഒരു പൊല്യൂഷൻ്റെ പ്രശ്നവും വരുന്നില്ല, ഒരു തർക്കത്തിന് വരുന്നില്ല. ഒടുവിൽ സംസ്കരണശാല നിർമ്മിക്കാനുള്ള തീരുമാനം പിൻവലിച്ചതോടെയാണ് സമരം അവസാനിച്ചത്. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് മനുഷ്യ വിസർജ്ജ സംസ്കരണശാല നിർമ്മാണം അനുവദിക്കരുതെന്ന് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു.
UTV ന്യൂസ് പാലക്കാട്.